Respected professors, research scholars, students and my dear friends. എൻ്റെ പേര് ആൻഡ്രൂസ് ക്രിസ്റ്റഫർ ഫെർണാണ്ടസ്. ഞാൻ സെൻറ്റ് അലോഷ്യസ് കോളേജ് എൽത്തുരുത്തിലെ 4th സെം MCOM വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് JRF എന്ന കോമ്പറ്റീറ്റീവ് എക്സാമിലത്തെ പേപ്പർ 1, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പേപ്പർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പേപ്പർ 1 ഇത് എല്ലാം സബ്ജക്ട്സും, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, എല്ലാം നെറ്റ് എക്സാം എഴുതുന്ന എല്ലാ സബ്ജക്ട്സുകൾക്കും കോമൺ ആയിട്ടുള്ള പേപ്പറാണ് പേപ്പർ 1. ഈ പേപ്പർ 1-ൽ കൂടുതലും കാണപ്പെടുന്നത് ടീച്ചിങ് സൈക്കോളജി അഥവാ ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ, എങ്ങനെയായിരിക്കണം ഒരു സ്റ്റുഡൻ്റായിട്ട് ടീച്ചർ ബിഹേവ് ചെയ്യേണ്ടത്, അതേപോലെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത് എന്നുള്ളതും, അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ്, എത്ര റൺസ് എടുത്തു, പിന്നെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും ക്വാണ്ടിറ്റേറ്റീവും അതേപോലെ ഇന്ത്യൻ ഹിസ്റ്ററിയും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും പേപ്പർ 1-ൽ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ UGC നെറ്റ് JRF എന്ന കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ പേപ്പർ 1-ലത്തെ ഏതാനും ക്വസ്റ്റ്യൻസുകളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കൂടുതലും ചോദിച്ച് കാണുന്ന UGC നെറ്റ് JRF എക്സാമിൽസിലെ പേപ്പർ 1-ലെ ക്വസ്റ്റ്യൻസാണ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡി ടു ഇംപ്രൂവ് ദ എബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് ടു എക്സ്പെരിമെൻറ്റ് ആൻഡ് അനാലൈസ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, മെയിനായിട്ടും ചോദിക്കുന്നത് ഏത് സബ്ജക്റ്റാണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് is the following best field of study to improve the ability of the students to experiment and analyze. അപ്പോൾ എക്സ്പെരിമെൻറ്റും അനലൈസും നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്? കൂടുതലും സയൻസിലാണ്. അതായത് സയൻസ് ലാബ്, അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കെമിസ്ട്രി ലാബ്, ഫിസിക്സ് ലാബ്, അങ്ങനത്തെ സയൻസ് സബ്ജക്ട്സിലാണ് കൂടുതലും എക്സ്പെരിമെൻറ്റേഷൻസും അതിൽ അനാലിസിസും നമ്മൾ നടത്തുന്നത്. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഹിസ്റ്റോറിക്കൽ ഡാറ്റേഴ്സിനെ പറ്റിയിട്ടായിരിക്കും. ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയട്രി അങ്ങനത്തെ ലാംഗ്വേജസിനെ പറ്റിയിട്ടായിരിക്കും. എക്കണോമിക്സും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ്, ഇക്കണോമി ഓഫ് ദ നമ്മുടെ ഇക്കണോമീനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി സയൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ വേരിയബിൾ ദാറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് ഇസ് നോൺ ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, കൺഫൗണ്ടിങ് വേരിയബിൾ. ഇതിൽ ആൻസർ എന്ന് പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ദ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ്. മാനിപ്പുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യപ്പെടുന്ന വേരിയബിളിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വേരിയബിൾ ദാറ്റ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ്, അത് ചേഞ്ച് ചെയ്യാത്ത വേരിയബിളിനാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരും. അപ്പോൾ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ നമുക്ക് വേരിയബിൾസ് ഉണ്ടാവും. ആ വേരിയബിൾസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇസ് എ വേരിയബിൾ ദാറ്റ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ്. കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ത്രൂ ഔട്ട് ദ കംപ്ലീഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ് ദ കൺട്രോൾ വേരിയബിൾ ഇസ് ഓൾസോ ഇറ്റ് കനോട്ട് ബി മാനിപ്പുലേറ്റഡ്. അതും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വേരിയബിളാണ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. എ വേരിയബിൾ ദാറ്റ് ഇസ് മാനിപ്പുലേറ്റഡ് ഇസ് നോൺ ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ വേരിയബിളിനെയാണ് നമ്മൾ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വേരിയബിളാണ്. ദ കൺഫൗണ്ടിങ് വേരിയബിൾ ക്യാൻ ഡിസ്ട്രോയ് അവർ എക്സ്പെരിമെൻറ്റ്. നമ്മുടെ എക്സ്പെരിമെൻറ്റ് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെൻറ്റിനെ തോൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെൻറ്റിന് ആവശ്യമില്ലാത്ത ഒരു വേരിയബിളാണ് ഈ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർമുലേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇതിലെ ആൻസർ ബി ആണ്. അതായത് ഓപ്ഷൻസ് ആയിട്ടുള്ള A, B, C ആൻഡ് F. ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ ആ റിസർച്ചിൻ്റെ പ്രോബ്ലം നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യും. അപ്പോൾ റിസർച്ച് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് നടത്തുക. അപ്പോൾ ഇവിടെ റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റീവ്, ദ റിസർച്ചേഴ്സ് ഒബ്ജക്റ്റീവ് അവിടെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഓപ്ഷൻ A കറക്റ്റാണ്. അതേപോലെ തന്നെ ഓപ്ഷൻ ബി
സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ വൈ, വാട്ട്, ഹൗ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്ക് വേണം ഒരു റിസർച്ച് നടത്തുമ്പോൾ. പിന്നെ നമുക്ക് ഓപ്ഷൻ സി, വാട്ട് ഈസ് ദ കൺസെപ്ച്വൽ മോഡൽ, നമ്മുടെ എങ്ങനെ നമ്മൾ ഏതൊക്കെ ഡാറ്റ, എങ്ങനെയാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മോഡൽ നമുക്ക് വേണം. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, നമുക്കൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ഹൈപ്പോത്തസിസ് ആണ് നമ്മുടെ റിസർച്ചിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്കറിയാം. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ടാകും, അതേപോലെ നൾ ഹൈപ്പോത്തസിസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ റിസർച്ചേഴ്സാണ് അത് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ, ബി, സി, എഫ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഇതിലത്തെ കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, സപ്പോസ് ആസ് എ ടീച്ചർ യു ആർ ട്രെയിനിങ് യുവർ സ്റ്റുഡൻസ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ഡിബേറ്റ് വിച്ച് among the following is the most difficult to develop among the students. നമ്മളൊരു ടീച്ചറാണെന്ന് വിചാരിക്കുക. ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതിലായിരിക്കും പബ്ലിക് സ്പീക്കിങ്ങിലും ഡിബേറ്റിലും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്? അതെന്ന് പറഞ്ഞത് ഓപ്ഷൻ ഡി ആണ്, കൺട്രോൾ ഓവർ ഇമോഷൻ. നമുക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം ഡിബേറ്റും സ്പീക്കിങ്ങിലൊക്കെ എന്തായാലും ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ അങ്ങനെ ഓവർ ഇമോഷൻസ് സ്റ്റുഡൻസ് കാണിക്കും. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ, കൺട്രോൾ ഓവർ ഇമോഷൻസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, among the following which one is not an instruction material? നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെയാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇവിടെ പറയുന്നുണ്ട് ഒരു പ്രിൻറ്റഡ് സ്റ്റഡി ഗൈഡ്, അതായത് PDFs, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓഡിയോ പോഡ്കാസ്റ്റ്, ഓഡിയോസ്, വോയിസ് മെസ്സേജസ്, അങ്ങനത്തെ കാര്യങ്ങൾ. യൂട്യൂബ് വീഡിയോസും നമ്മൾ ഇൻസ്ട്രക്ഷൻസിന് ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് വൺ ഇസ് നോട്ട് എന്നാണ്, നോട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അല്ല എന്നാണ് പറഞ്ഞത്, നോട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. അതൊരു ഓവർ ഹെഡ് പ്രൊജക്ടറാണ്. ഓവർ ഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്, അതൊരു എക്യുപ്മെൻ്റാണ്. അപ്പോൾ അത് എന്തല്ല, ഒരു ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ അല്ല. അപ്പം ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എ ആണ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ആർട്ടിഫാക്ട്സ് ദാറ്റ് അറൈസ് ആൻഡ് എഫക്ട് ദ ഇൻറ്റേർണൽ വാലിഡിറ്റി ഇൻ റിസർച്ച്. റിസർച്ചിൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റി അഥവാ റിസർച്ച് സ്റ്റഡിയിൽ നമ്മുടെ ആൻസേഴ്സിനെ ബാധിക്കുന്ന എലമെൻസുകൾ, കാരണങ്ങൾ ഏതൊക്കെ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ, അതായത് ഹിസ്റ്ററി, മെച്യൂരിറ്റി, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് എക്സ്പെരിമെൻ്റൽ മോർട്ടാലിറ്റി. അപ്പം ഹിസ്റ്ററി നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, ദാറ്റ് എഫക്ട്സ് ഇൻറ്റേർണൽ വാലിഡിറ്റി ഇൻ റിസർച്ച്. പിന്നെ മെച്യൂരിറ്റി, നമ്മൾ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നടത്തുന്ന സ്റ്റഡിയിൽ ഡേറ്റ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മാത്തമാറ്റിക്കലായിട്ടുള്ള ഡാറ്റാസിൽ മിസ്റ്റേക്ക് വരാണെങ്കിൽ. അതേപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ മോർട്ടാലിറ്റി, നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് നമ്മുടെ റിസർച്ച് എന്നുണ്ടെങ്കിൽ അത് ഇൻറ്റേർണൽ വാലിഡിറ്റീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, സെവൻത്ത് ക്വസ്റ്റ്യൻ, ദ കമ്പോണൻറ്റ്സ് ഓഫ് എ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്ലൈനാണ്, റിസർച്ച് എങ്ങനെ നടത്തണം എന്നുള്ളതിൻ്റെ ഔട്ട്ലൈൻ. അതിൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ, ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ, അതായത് ഓപ്ഷൻസ് ലൈക്ക് കമ്പാരിസൺ, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം റിസർച്ചിനെ. അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മാനിപ്പുലേറ്റ്, ചേഞ്ച് ചെയ്യാൻ പറ്റണതായിരിക്കണം ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ജനറലൈസേഷൻ, അതായത് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെയിം, നമുക്ക് പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാനും ഒരേ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താനൊക്കെ ആയിട്ടുള്ളതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ദ 4 മേജർ ഓപ്പറേഷൻസ് ഇൻ സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞത് 4 മേജർ ഓപ്പറേഷൻസ് ഇൻ ദ സയൻറ്റിഫിക് റിസർച്ച്. അതിൽ ഓപ്ഷൻ ബി ആണ്, അതായത് ഡെമോൺസ്ട്രേഷൻ ഓഫ് കോവാരിയൻസ്, നമ്മൾ വേരിയബിൾസൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യണം. അതേപോലെ എലിമിനേഷൻ ഓഫ് സ്പ്യൂരിയസ് റിലേഷൻസ്, സ്പ്യൂരിയസ് എന്ന് പറഞ്ഞാൽ എറേഴ്സാണ്. അപ്പം എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൺഫൗണ്ടിങ് വേരിയബിൾ ഒരു എക്സ്ട്രാ വേരിയബിളാണ്, അത് എറേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ കൺഫൗണ്ടിങ് വേരിയബിൾസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഓപ്ഷൻ സി, സീക്വൻസിങ് ചെയ്യണം. ഡേറ്റ് ഓർഡറിൽ, ടൈം ഓർഡറിലൊക്കെ നമ്മൾ സീക്വൻസ് ചെയ്യണം. പിന്നെ തിയറൈസേഷൻ,
തിയറൈസേഷനും സയൻറ്റിഫിക് റിസർച്ചിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് തിയറീസൊക്കെ വെച്ചിട്ട് നമ്മൾ റിസർച്ചിനെ കണ്ടക്ട് ചെയ്യും. 9th question, which among the following reflects the best quality of teaching in a classroom? ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഏതാണ്? അതിൽ ഓപ്ഷൻ എ ആണ് ത്രൂ ദ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഇൻ ക്ലാസ്. ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസ് എത്രത്തോളം ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നു, അവരുടെ ഡൗട്ട്സ് നമ്മളോട് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് നന്നായിട്ട് ആ ടോപ്പിക്കിനെ പറ്റി അവർക്ക് നല്ല അറിവുണ്ടെങ്കിൽ അവർ നമ്മൾ നല്ലോണം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം റിഫ്ലെക്ട്സ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ഇൻ എ ക്ലാസ് റൂം. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് CBCS എന്ന് പറഞ്ഞിട്ടുള്ള വിച്ച് എമംഗ് ദ ഫോളോവിങ് ഇസ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, CBCS. അപ്പം അതെന്ന് പറഞ്ഞാൽ എന്താണ്? ചോയ്സ് നമുക്കറിയാം, എക്സാംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചോയ്സസ് ഉണ്ടാവും എക്സാംസിൽ. അപ്പം എക്സാംസിൽ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ 5 ക്വസ്റ്റ്യൻസിൽ 3 എണ്ണം എഴുതിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു റിലാക്സേഷനാണ് നടത്തുന്നത്. അപ്പം ഓപ്ഷൻ ബി, ദ ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ഫ്രം ടീച്ചർ സെൻട്രിക് ടു സ്റ്റുഡൻറ്റ് സെൻട്രിക് എഡ്യൂക്കേഷൻ. അപ്പം ടീച്ചർ സെൻട്രിക്കിൽ നിന്ന് സ്റ്റുഡൻസിനെ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ കൂടുതലും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻസാണ് സാമ്പിളിംഗ് മെത്തേഡ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് നെറ്റ് പേപ്പർ 1 നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1. അപ്പം ഇതൊക്കെയാണുള്ളത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങും സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗും ആണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഉള്ളത്. അതേപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ കൺവീനിയൻസ് സാമ്പിളിങ് കൂടുതലും ചെയ്യപ്പെടുന്നത് കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. പിന്നെ ജഡ്ജ്മെൻറ്റൽ ഓർ പർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, ക്വാട്ട സാമ്പിളിംഗ്. ഇനി ഇതിലത്തെ കുറച്ച് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അത് ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. പിന്നെ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റൽ ഓർ പർപ്പസീവ്, നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ജഡ്ജ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുകയാണെങ്കിലാണ് പർപ്പസീവ് അഥവാ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്. ഇതും ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രാറ്റാസ് ആക്കി തിരിക്കുന്നു. ഒരു കാറ്റഗറി വെച്ചിട്ട് ആൾക്കാരെ സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ച് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ അവരിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയും. അവസാനത്തെ ലാസ്റ്റ് വൺ സ്നോബോൾ സാമ്പിളിംഗ് ആണ്. നമ്മൾ ഒരാൾ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ ബാക്കിയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അത് ഒരു ചെയിൻ പോലെ അത് പോകുന്നു. ഇതാണ് സ്നോബോൾ സാമ്പിളിംഗ്. അപ്പം ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പോസ് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്തിട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് നോക്കാം ഇതിൽ. അപ്പം ഇതൊക്കെയാണ് പേപ്പർ 1 കാണപ്പെടുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പേപ്പർ 1 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.